إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ثم أما بعد അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി കിട്ടുന്ന രൂപത്തിൽ അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളും മാറ്റി തീർക്കുവാൻ അറിവിന്റെയും കഴിവിന്റെയും പരമാവധി പരിശ്രമിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരലോകം എന്ന ആത്യന്തിക ലക്ഷ്യം മുന്നിൽ കാണുന്ന ആ ആത്യന്തിക ലക്ഷ്യത്തിലേക്കുള്ള ഒരു കൃഷിയിടമായി മാത്രം, സഞ്ചാരപാതയായി മാത്രം ഈ ദുനിയാവിനെ കാണുന്ന മുസ്ലിമീങ്ങളോട് നമ്മൾ എപ്പോഴും ഓർമ്മപ്പെടുത്തേണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് പരലോകത്തിന് വേണ്ടി പരമാവധി തയ്യാറെടുക്കുക എന്നുള്ളത്. നമ്മളെ കൊണ്ട് ആകുന്ന രൂപത്തിലെല്ലാം നമ്മൾക്ക് കിട്ടുന്ന ഈ ദുനിയാവെന്നത് ഒരു ഗോൾഡൻ ചാൻസ് ആയി കണക്കാക്കി കിട്ടുന്ന ഓരോ സന്ദർഭങ്ങളിലും ഓരോ സാധ്യതകൾ എപ്പോഴൊക്കെ വീണ് കിട്ടുന്നുവോ അപ്പോഴെല്ലാം അത് ആഖിറത്തിന് ഉപകാരപ്പെടുന്ന രൂപത്തിലാക്കി തീർക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുകളിലൂടെയും നമ്മളോട് പലതവണ പല സന്ദർഭങ്ങളിലായി ഉപദേശിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട് പല ആയത്തുകളിലും പല ഹദീസുകളിലും. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹ അസ്സമാവാതു വൽ അർദ്. മുഅ്മിനുകളെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക് കുതിച്ചു ചെല്ലണം, വേഗത്തിൽ മത്സരിച്ചു ചെല്ലണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. സ്വർഗത്തെ പറ്റി പറഞ്ഞ അല്ലാഹു പറയുന്നെന്താ? വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. ആ അനുഗ്രഹങ്ങളിൽ മത്സരിക്കുന്നവർ മത്സരിച്ചു കൊള്ളട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുക. വലികുല്ലിൻ വിജ്ഹത്തുൻ ഹുവ മുവല്ലിഹാ ഫസ്തബിഖുൽ ഖൈറാത്ത്. ഓരോരുത്തർക്കും അവരവർക്ക് എളുപ്പമാക്കപ്പെട്ട മേഖലകൾ ഉണ്ടാവും. ആ മേഖലകളിലൂടെ ഓരോരുത്തരും നന്മകളിൽ മത്സരിക്കട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പഠിപ്പിച്ചുതരാം. അതുപോലെ തന്നെ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. വിശ്വാസികളെ, ഈമാനുള്ളവരെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അതുമാത്രവുമല്ല, നിങ്ങൾ നാളേക്ക് വേണ്ടി എന്താണ് മുന്നേ ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ഓരോരുത്തരും പരിശോധിക്കുകയും വേണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്. ഇതുപോലത്തെ എത്ര ഒരുപാട് ആയത്തുകളും ഹദീസുകളും നമുക്ക് കാണാൻ സാധിക്കും. ഈ ആയത്തുകളും ഹദീസുകളും നമ്മൾക്ക് അറിയിച്ചു തരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, നമ്മൾക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ അത് പ്രവർത്തിക്കാൻ ഈ ഒരു സന്ദർഭം മാത്രമേ ഉള്ളൂ, ഈ ഒരു ദുനിയാവ് മാത്രമേ ഉള്ളൂ. ഈ ദുനിയാവിൽ നിന്ന് നമ്മുടെ റൂഹ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ, മലക്കുൽ മൗത്ത് നമ്മുടെ അടുക്കൽ ഹാജരായി കഴിഞ്ഞാൽ, പിന്നെ നമ്മുടെ ഒരു സംസാരമോ ഒരു വിശ്വാസമോ ഒരു പ്രവർത്തനമോ നമ്മുടെ അടുക്കൽ നിന്ന് ഉപകരിക്കുകയില്ല, നമ്മുടെ അടുക്കൽ റബ്ബ് സ്വീകരിക്കുകയില്ല. അല്ലെ, നിങ്ങൾക്കൊക്കെ അറിയാം ഫിർഔനിന്റെ കഥ. മൂസ അലൈഹിസ്സലാം ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ മുന്നിൽ കാണിച്ചു കൊടുത്തിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പല തവണ പല ആവർത്തി പല രൂപത്തിൽ ക്ഷണിച്ചിട്ടും
ഫിറഔൻ മൂസ അലൈഹിസ്സലാമിന്റെ ക്ഷണം സ്വീകരിച്ച് അള്ളാഹുൽ വിശ്വസിക്കാൻ തയ്യാറാകാതെ അഹങ്കാരം നടിച്ച് അങ്ങനെ തന്നെ തുടർന്നു പോവുകയും അങ്ങനെ മൂസ അലൈഹിസ്സലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തി കടലിന്റെ അപ്പുറത്തേക്ക് എത്തിച്ചപ്പോ ഫിറഔൻ പിന്നാലെ തുടർന്നു വന്ന് ആ കടലിലെ തിരമാലകൾ തന്റെ മുകളിൽ വീഴാൻ ആരംഭിച്ചപ്പോ ഫിറഔൻ പറയാണെന്ത്, ഞാനിതാ മൂസയുടെയും ഹാറൂന്റെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു ചോദിക്കുന്ന ചോദ്യമുണ്ട്, ആന ഇപ്പോഴാണോ നീ വിശ്വസിച്ചു എന്ന് പറയുന്നത്? ഇത്രയും കാലം നിന്റെ അടുക്കലേക്ക് എന്റെ റസൂല് ഇത്രയും ദൃഷ്ടാന്തങ്ങളുമായി നിന്റെ അടുക്കൽ കടന്നു വരികയും നിന്നെ ആ ഹക്കിലേക്ക് ക്ഷണിക്കുകയും ചെയ്തപ്പോഴൊക്കെ അഹങ്കാരം നടിച്ചിട്ട് നീ ഇപ്പോഴാണോ ഞാനത് സ്വീകരിച്ചു എന്ന് പറയുന്നത്? ഇപ്പോഴാണോ നീ വിശ്വസിച്ചു എന്ന് പറയുന്നത്? എന്നുവെച്ചാൽ ആ സമയത്ത് ഏതാൾക്കും അവൻ വിശ്വസിക്കാൻ അവൻ തയ്യാറാകും. ഏതൊരാളും നല്ല പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാൻ അവൻ ആഗ്രഹമുണ്ടാകും. ഏതൊരാളും അവന്റെ സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റി നിർത്തി പരലോകത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ അവൻ ആഗ്രഹിച്ചു പോകും, ആശിച്ചു പോകും. പക്ഷേ ആ സമയത്ത് പ്രവർത്തിക്കുന്നതിലോ വിശ്വസിക്കുന്നതിലോ ഒരു കാര്യമില്ല. മുഅ്മിനുകൾ അവരുടെ പ്രത്യേകത എന്നുള്ളത്, ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത്, അവർ ആ സന്ദർഭം എത്തുന്നതിന് മുമ്പ് തന്നെ ആ കാര്യത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കുന്നതാണ്. അത് കണ്ടിട്ട് വിശ്വസിക്കുക എന്നുള്ളത് ഏതാൾക്കും പറ്റും. അത് ഏതൊരാളും അതിന് തയ്യാറാവുകയും ചെയ്യും. എത്ര വലിയ അഹങ്കാരിയാണെങ്കിലും കണ്ണുകൊണ്ട് നേരിട്ടത് കാണുമ്പോ, നരകത്തെ കാണുമ്പോ, അള്ളാഹുവിന്റെ മലായിക്കത്തുകളെ കാണുമ്പോ, അവൻ പോകേണ്ടി വരുന്ന ശിക്ഷയെ സംബന്ധിച്ച് അറിയുമ്പോൾ ഏതൊരാളും വിശ്വസിക്കാൻ തയ്യാറാകും. പക്ഷെ അപ്പൊ വിശ്വസിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ടാണ് മുഅ്മിനുകളെ പറ്റി, മുത്തഖീങ്ങളെ പറ്റി സൂറത്തുൽ ബഖറയിൽ അള്ളാഹു ഒന്നാമത്തെ ക്വാളിറ്റി ആയി പറയുന്നത് എന്താ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്. കണ്ടിട്ടല്ല അവർ നരകത്തെ പറ്റി വിശ്വസിക്കുക. മലക്കുൽ മൗത്ത് പിടിക്കാൻ വരുമ്പോഴല്ലേ ഞാനിതാ മരിക്കാൻ പോകുന്നു എന്ന് തിരിച്ചറിയാം. അവരതിനു മുമ്പേ ഈ കാര്യങ്ങൾ വിശ്വസിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു തന്ന ഓരോ കാര്യങ്ങളും അവർ അതേ രൂപത്തിൽ തന്നെ ഒരു സംശയവും അവരുടെ ഹൃദയത്തിൽ ബാക്കി വെക്കാതെ ഉറച്ച ബോധ്യത്തോടുകൂടി വിശ്വസിക്കും. അത് മുത്തഖീങ്ങളുടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ പ്രത്യേകതയെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ ഈ വിശ്വാസം നമ്മുടെ പ്രവർത്തനത്തിൽ പ്രകടമാകണം. വെറുതെ ഞാൻ നരകത്തിൽ വിശ്വസിച്ചിട്ടുണ്ട്, സ്വർഗത്തിൽ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറയുന്നത് കൊണ്ടായില്ല. നമ്മൾ ഒരു ആവർത്തിച്ചത് കൊണ്ട് കാര്യമില്ല. നമ്മുടെ പ്രവർത്തനങ്ങളിൽ ആ മാറ്റം എന്താ കാണാത്തത്? സ്വർഗത്തെ നമ്മൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹത്തിനു വേണ്ടി മറ്റുള്ള നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റിവെക്കാൻ നമ്മൾക്ക് സാധിക്കാത്ത എന്തുകൊണ്ടാ? നരകത്തെ നമ്മൾക്ക് പേടിയുണ്ടെങ്കിൽ നമ്മൾക്ക് പേടിയുള്ള മറ്റു പല കാര്യങ്ങളുടെ പേടിയേക്കാളും നരകത്തിന് നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കാത്തത് എന്തുകൊണ്ടാ? നമ്മുടെ പ്രവർത്തനങ്ങളിൽ അത് കാണാം. നമ്മുടെ ജീവിതത്തിലെ ഓരോ സെക്കൻഡും ആഖിറത്തിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് പറ്റണം. നമുക്ക് ഈ ഒരു ജീവിതമേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ചാലും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഒരു 2 റക്അത്ത് നിസ്കരിക്കാനോ, ഒരു പേജ് ഖുർആൻ പാരായണം ചെയ്യാനോ, ഒരു തസ്ബീഹ് കൂടുതൽ ചൊല്ലാനോ ഒന്നും ചെയ്യാൻ കഴിയില്ല. അലി റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാക്കുണ്ട്, അൽയൗമ അമലുൻ ബിലാ ഹിസാബ്. ഈ ദുനിയാവ്, ഈ ദിവസം എന്നുള്ളത്, ഈ ജീവിതം എന്നുള്ളത് ഇവിടെ അമല് മാത്രമേ ഉള്ളൂ, ഇവിടെ വിചാരണയില്ല. വഗദൻ ഹിസാബുൻ വലാ അമൽ. നാളെ പരലോകം എന്നുള്ളത് അവിടെ വിചാരണ മാത്രമേ ഉള്ളൂ, അവിടെ പ്രവർത്തിക്കാൻ സാധിക്കില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യണം, ഈ ജീവിതത്തിൽ ചെയ്യണം. നമുക്ക് ആഖിറത്തിൽ നമുക്ക് എന്തെങ്കിലും കൂടുതൽ പ്രതിഫലം കിട്ടണം, കൂടുതൽ വലിയ പദവികൾ കരസ്ഥമാക്കണം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പ്രവർത്തിച്ച് കാണിക്കണം. നമ്മൾ എങ്ങനെ ചെയ്യുന്നു, നമ്മൾ എങ്ങനെ വർത്തിക്കുന്നു, ഈ ദുനിയാവിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണോ അതേപോലെ തന്നെയായിരിക്കും ആഖിറത്തിൽ നമ്മുടെ പദവികൾ. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വെറുതെ നമ്മളിങ്ങനെ എന്താ പറയാ, നമ്മൾക്ക് പറ്റുമ്പോഴൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുക, പറ്റുമ്പോഴൊക്കെ ഹറാമെന്ന് വിട്ടു നിൽക്കുക, നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന രൂപത്തിൽ നിന്ന് മാറി നമ്മളുടെ കഴിവിന്റെ പരമാവധി ഓരോന്നിലും നമ്മൾക്ക് എത്രത്തോളം മാറ്റാൻ സാധിക്കും അത്രത്തോളം മാറണം. നമ്മൾക്ക് പല കാര്യങ്ങളും മാറ്റാൻ സാധിക്കും എന്ന് നമ്മൾക്ക് നമ്മുടെ ജീവിതം കൊണ്ട് തെളിയിക്കപ്പെടുന്ന സന്ദർഭമാണ് റമദാൻ. ഒരു 10 മിനിറ്റ് ഭക്ഷണം വൈകുമ്പോഴേക്കും ഭാര്യയെ ചീത്ത പറയുന്ന ഭർത്താക്കന്മാർ, ഒരു 2 മണിക്കൂർ വെള്ളം കുടിക്കാൻ കിട്ടാതാകുമ്പോഴേക്കും
നാട്ടുകാരെ ചീത്ത പറയുന്ന നാട്ടുകാർ, ഇവരൊക്കെയും രാവിലെ മുതൽ വൈകുന്നേരം വരെയും വെള്ളവും ഭക്ഷണവും കുടിക്കാതെ അവർക്ക് പിടിച്ചു വെക്കാൻ സാധിക്കും, അവർക്ക് ക്ഷമിച്ചു നിൽക്കാൻ സാധിക്കും എന്ന് അവരുടെ ജീവിതം കൊണ്ട് തെളിയിച്ച സന്ദർഭമാണ് റമദാൻ. അതേപോലെ തന്നെ തന്നോട് ആരെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ ഇങ്ങോട്ട് ഒന്ന് പറഞ്ഞാൽ തിരിച്ചങ്ങോട്ട് 10 പറയുന്ന പ്രകൃതത്തിൽ നിന്ന് ഇങ്ങോട്ട് എന്തെങ്കിലും ദേഷ്യം പിടിപ്പിച്ചാലും തിരിച്ചങ്ങോട്ടൊന്നും പറയാതിരിക്കുന്ന ആ അവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും എന്ന് തെളിയിച്ച മാസമാണ് റമദാൻ. ഇങ്ങനെ ഓരോന്നിലും നമ്മൾക്ക് പലതും ചെയ്യാൻ സാധിക്കും അല്ലെ. രാത്രി നിസ്കാരം, എനിക്ക് ഇശാ നിസ്കാരം സുബ്ഹി നിസ്കാരവും തന്നെ എല്ലാ ദിവസവും മുടങ്ങാതെ നിസ്കരിക്കുന്നത് എന്തോ വലിയ കാര്യമായി കണ്ടിരുന്ന ആളുകൾക്ക് പോലും റമദാനിൽ 11 റക്അത്ത് എല്ലാ ദിവസവും നിസ്കരിക്കാൻ സാധിക്കുന്ന തെളിയിച്ച മാസമാണ് റമദാൻ. നമ്മൾക്ക് മാറാൻ കഴിയും. നമ്മൾക്ക് മാറാൻ കഴിയില്ല എന്ന് തോന്നിപ്പിക്കുന്ന ശൈത്താനാണ്, നമ്മുടെ ശത്രുവാണ്. നമ്മൾക്ക് ഒരുപാട് മാറാൻ സാധിക്കും. നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അമലുകളും വർദ്ധിപ്പിക്കാൻ സാധിക്കും. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ, ഞാൻ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളാം എന്ന് തോന്നിപ്പിക്കുന്നത് ശൈത്താനാണ്. നമ്മൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും നമ്മുടെ അമലുകളിൽ ഓരോന്നിലും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ തയ്യാറെടുക്കേണ്ടത് പഠിച്ചുകൊണ്ടാണ്, ഇൽമ കരസ്ഥമാക്കിക്കൊണ്ടാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും പല മേഖലകളിലും നമ്മൾ ചെറുതായി ഒന്ന് ശ്രദ്ധിച്ചാൽ, ചെറിയൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ, ചെറുതായിട്ടൊന്ന് തയ്യാറെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഒരുപാട് മേഖലകൾ നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ ഉണ്ട്. ആ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾക്ക് ദിവസവും വലിയ വലിയ പദവികൾ ആഖിറത്തിൽ കരസ്ഥമാക്കിക്കൊണ്ടേയിരിക്കാൻ സാധിക്കും. ദിവസവും, ഓരോ ദിവസവും. മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇപ്പൊ ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ഞാനിവിടെ യാത്ര ചെയ്ത് ഇവിടെ പള്ളിയിലേക്ക് ബാങ്ക് കൊടുക്കുന്ന 20 മിനിറ്റ് മുമ്പ് മാത്രം ഞാൻ എത്തിയത്. ആ സമയത്ത് ഇവിടെ പള്ളിയിലാകെ ഒരു കയ്യിൽ എണ്ണാവുന്ന അത്ര പോലും ആളുകളില്ല എന്നെ കൂട്ടാതെ. ഇപ്പൊ പള്ളി നിറയെ ആളുണ്ട്. ആ സമയത്ത് ഇവിടെ വിരലിൽ എണ്ണാവുന്ന ആളുകൾ പോലും ഇല്ല, ഒരു കയ്യിൽ എണ്ണാവുന്ന അത്ര പോലും ആളുകളില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നൊരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സഹാബത്തും സലഫുകളും ചെയ്യാറുള്ളത് പോലെ സുബഹിക്ക് തന്നെ കുളിച്ചൊരുങ്ങി ജുമാ നിസ്കാരത്തിന് തയ്യാറെടുത്തിട്ടാണ് പല ആളുകളും സഹാബത്തിനും താബീങ്ങളും വെള്ളിയാഴ്ച ദിവസം സുബഹിക്ക് ഇറങ്ങാറുള്ളത്. എന്താ കാരണം എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട്, മൻ ഗസ്സല വഗതസൽ വബക്കറ വബ്തകർ വമശാ വലം യർതകിബ് വലം യർകബ് വദനാ മിനൽ ഇമാമി വസ്തമഅ വലം യൽഗു കാന ലഹു ബികുല്ലി ഖത്വതി അമലു സനത്തിൻ അജ്റു സിയാമിഹാ വഖിയാമിഹാ. ഒരാൾ വെള്ളിയാഴ്ച ദിവസം കുളിച്ച് നല്ല ശുദ്ധി വരുത്തിയ സുഗന്ധമൊക്കെ പൂച്ച് നല്ല വൃത്തിയാവാം. എന്നിട്ട് വബക്കറ വബ്തകർ, വളരെ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുക. വമശ വലം യർകബ്, നടന്നു വരികയാണ്, വാഹനത്തിൽ കയറാതെ നടന്നു വരിക. എന്നിട്ട് അവൻ എന്ത് ചെയ്യാണ്? ഇമാമിന്റെ അടുത്ത് എത്രത്തോളം അടുത്തിരിക്കാൻ സാധിക്കും അത്രത്തോളം അടുത്തിരിക്കുക. ഫസ്തമാ വലം യൽഗു, അവൻ ആ ഖുതുബ ശ്രദ്ധിച്ചു കേൾക്കണം. ഖുതുബയ്ക്കിടയിൽ മറ്റു കാര്യങ്ങൾ ഏർപ്പെടുന്നില്ല. മൊബൈലിൽ കോൾ വരുന്നുണ്ടോ നോക്കുന്നില്ല, മെസ്സേജ് വരുന്നുണ്ടോ നോക്കുന്നില്ല, മറ്റുള്ള അടുത്തുള്ള ആളുകൾ എന്താ പറയുന്നത്, ആരെങ്കിലും വന്നോ പോയോ, ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഖുതുബ ശ്രദ്ധിച്ചു കേൾക്കുക, ഖുതുബയ്ക്കിടയിൽ സംസാരിക്കാതിരിക്കുക. ഇങ്ങനെയാണെങ്കിൽ അവൻ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് നടക്കുന്ന ഓരോ കാൽവെയ്പ്പിനും 1 വർഷം നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും ചെയ്ത പ്രതിഫലമുണ്ട്. ഓരോ കാൽവെയ്പ്പിനും. അവന്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് 1000 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ, 1000 കാൽവെയ്പ്പുണ്ടെങ്കിൽ അവൻ ഒരൊറ്റ വെള്ളിയാഴ്ച കൊണ്ട് 1000 വർഷം നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും ചെയ്ത പ്രതിഫലം കിട്ടും, ഒരൊറ്റ വെള്ളിയാഴ്ച കൊണ്ട്. ഈ പ്രതിഫലം ഒരിക്കലും വെള്ളിയാഴ്ച വൈകി വരുന്ന ഒരാൾക്ക് കിട്ടുമോ? നമ്മൾ ചിന്തിക്കണം. ഖുതുബ കഴിഞ്ഞ് തുടങ്ങിയതിനു ശേഷം വരുന്ന ഒരാൾക്ക് ലഭിക്കുമോ ഈ പ്രതിഫലം? എങ്ങനെ ലഭിക്കുക? ഒരിക്കലും കിട്ടൂല. വെള്ളിയാഴ്ചക്കുള്ള പ്രതിഫലങ്ങൾ അത് ലഭിക്കുന്നതിന് ഏറ്റവും അവസാനത്തെ അളവ് ഇമാം മിമ്പർ കയറുമ്പോഴാണ്. അതിനു മുമ്പെങ്കിലും വരാത്ത ഒരാൾക്ക്
അവന്റെ പ്രതിഫലത്തിന്റെ ഏടുകൾ മലക്കുകൾ ഒന്നും രേഖപ്പെടുത്തുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നുണ്ട്, വെള്ളിയാഴ്ച പള്ളികളിൽ എന്ത് ചെയ്യും, മലക്കുകൾ ഹാജരാവും ഏടുകളുമായിട്ട്. ആരൊക്കെയാണ് നേരത്തെ വരുന്നത് കൃത്യമായി എഴുതി രേഖപ്പെടുത്തി വെക്കാൻ. ഈ രേഖപ്പെടുത്തി വെക്കുന്ന മലക്കുകൾ ഇമാമ മിമ്പറിൽ കയറുന്നതോടുകൂടെ അവരുടെ ഏടുകൾ മടക്കി വെക്കും. എന്ന് വെച്ചാൽ പിന്നെ ആര് വന്നാലും പോയാലും അതൊന്നും മലക്കുകൾ എന്ത് ചെയ്യുന്നില്ല, അവിടെ രേഖപ്പെടുത്തി വെക്കുന്നില്ല. അതിന്റെ അർത്ഥം അവന്റെ ജുമാ പാഴായി ബാത്തിലായി എന്നല്ല. പക്ഷെ ഈ നേരത്തെ വരുന്നത് കൊണ്ട് കിട്ടുന്ന ഈ വലിയ പ്രതിഫലം, അതിൽ നിന്ന് അവനൊന്നും കിട്ടാതെ പോവാണ്, അവന് വലിയ നഷ്ടം സംഭവിക്കാം. ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ തന്നെ ആവർത്തിച്ചു വരുന്ന പല കാര്യങ്ങളുണ്ട്. ഉദാഹരണം, ബാങ്ക് കൊടുക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നത്, ഒരാൾ ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ ആ ബാങ്ക് കൊടുക്കുന്ന ആൾ പറയുന്നത് പോലെ പറയണം. എന്നിട്ട് എന്തിനാ, എന്റെ മേൽ സ്വലാത്ത് ചൊല്ലണം. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലണം. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ അവന് ഖിയാമത്ത് നാളിൽ എന്റെ ശഫാഅത്ത് കിട്ടും. നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ പല ആളുകൾക്കും അറിയില്ല. നമ്മൾക്ക് ദിവസവും 5 നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് കിട്ടാനുള്ള സന്ദർഭം നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ പാഴാക്കി കളയാം. നമ്മളിൽ ആരാണ് ആഗ്രഹിക്കാത്ത ശഫാഅത്ത് കിട്ടാൻ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് നമ്മൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചിരുന്നൊരു വഴിയാണ്, ഒരു സന്ദർഭമാണ്, വളരെ പ്രധാനപ്പെട്ടൊരു മേഖലയാണെന്ത്, ബാങ്ക് കൊടുക്കുമ്പോൾ ബാങ്കിന് അതേപോലെ തന്നെ ഉത്തരം പറയാം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ നമ്മളും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ നമ്മളും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാം. അതേപോലെ എല്ലാത്തിലും, ഏതിലൊഴികെ ഹയ്യാൽ സ്വലാ ഹയ്യാൽ ഫല പറയുമ്പോൾ നമ്മൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയാം. എന്നിട്ട് അതിനുശേഷം ബാങ്കിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലാം. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു ബാങ്കിന് മുമ്പല്ല സ്വലാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ബാങ്കിന് ശേഷം. എന്നിട്ട് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഈ പ്രാർത്ഥന, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദൻ അൽ വസീല വൽ ഫദീല വബഅത്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദ്തഹു എന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഹല്ലത് ലഹു ശഫാഅതി യൗമൽ ഖിയാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവന് ഖിയാമത്ത് നാളിൽ എന്റെ ശഫാഅത്ത് ലഭിക്കും. വളരെ പ്രധാനപ്പെട്ട സന്ദർഭമാണ് ബാങ്ക് കൊടുക്കുന്ന സന്ദർഭം എന്നുള്ളത്. പല ആളുകളും ബാങ്ക് കൊടുക്കുന്ന സന്ദർഭത്തിൽ അവരുടെ സംസാരം ഒന്ന് നിർത്തിവെക്കുക പോലുമില്ല. ബാങ്ക് കൊടുക്കുമ്പോൾ മുഅദ്ദിൻ പറയുന്ന വാക്കുകൾ എന്താണെന്ന് ശ്രദ്ധിച്ചു കേൾക്കാൻ താല്പര്യം കാണിക്കുക പോലുമില്ല. അവർക്ക് എങ്ങനെയാണ് ഈ പ്രതിഫലം ലഭിക്കുക? നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളുടെ അശ്രദ്ധ കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് നമ്മൾ പാഴാക്കി കളയുന്ന വലിയ വലിയ പ്രതിഫലങ്ങൾ, അത് പ്രതിഫലങ്ങളുടെ അവസ്ഥ മാത്രമല്ല, ചില പ്രവർത്തനങ്ങളുടെ ശിക്ഷയും അത് വളരെ വലുതായിരിക്കും. ഉദാഹരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നുണ്ട്, ഖബർ ശിക്ഷ, ആമ്മത്തു അദാബി അഹ്ലിൽ ഖബർ, ഖബറിലുള്ള ആളുകളുടെ അവർക്ക് ശിക്ഷ കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഏറ്റവും കൂടുതൽ ഖബറാളികൾ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നത് എന്തിന്റെ വിഷയത്തിലാണെന്നറിയോ? മൂത്രത്തിന്റെ വിഷയത്തിലാണ്. മൂത്രമൊഴിക്കുമ്പോൾ തന്റെ വസ്ത്രത്തിലോ ശരീരത്തിലോ മൂത്രം തെറിക്കുന്നുണ്ടോ എന്ന് നോക്കാതെ, ആ വിഷയം ഗൗരവത്തിലെടുക്കാതെ മൂത്രമൊഴിക്കുന്ന ആളുകൾ, അവർ ആ ഒരു കാരണം കൊണ്ടാണ് ഖബർ ശിക്ഷ നൽകപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ഖബറാളികൾ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്ന ഈ വിഷയം കാരണം അല്ലേ? നമ്മൾ പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് പുരുഷന്മാരൊക്കെ ദൂരയാത്രകളൊക്കെ പോകുമ്പോൾ പല സ്റ്റാൻഡുകളിലും പല ഭാഗങ്ങളിലൊക്കെ മൂത്രമൊഴിക്കാൻ കയറുമ്പോൾ ആരും ഒന്നും ശ്രദ്ധിക്കാറില്ല. അവിടെ മൂത്രമായിട്ടുള്ള ഭാഗമാണോ, എന്റെ മേൽ മൂത്രം തെറിക്കുമോ, ഇങ്ങനെയുള്ളതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അങ്ങനെ ശ്രദ്ധിക്കാതിരിക്കുന്നത് വലിയ അപകടമാണ്. ഒരാളെ ഖബർ ശിക്ഷ ലഭിക്കാൻ അയാൾക്ക് അർഹനാക്കി തീർക്കുന്ന കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാം. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ അറിവില്ലായ്മ കൊണ്ട്, നമ്മൾ ദീനിലൊന്നും പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് വലിയ വലിയ ഖൈറുകളാണ്, അല്ലെങ്കിൽ നമ്മൾ എത്തിച്ചേരുന്ന വലിയ വലിയ അപകടങ്ങളിലാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഓരോ സന്ദർഭങ്ങളും, ഈ ദുനിയാവിലെ ഓരോ സെക്കൻഡുകളും നമ്മൾക്ക് ആഖിറത്തിലേക്ക് മുതലെടുക്കാൻ, ആഖിറത്തിൽ ലാഭം കൊയ്യാൻ,
ആഖിറത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു ചിന്തയായിരിക്കണം ഒരു മുസ്ലിമിനെ ഓരോ സെക്കൻഡിലും ദുനിയാവിൽ വേണ്ടത്. ഓരോ സെക്കൻഡിലും ഇപ്പൊ ഞാൻ എന്ത് ചെയ്താലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുക? പല ആളുകൾക്കും അറിയില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ, പല ആളുകളും പള്ളിയിൽ വന്ന് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് പള്ളിയിൽ വന്നിരുന്നിട്ട് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും? മുസ്ഹഫ് എടുത്ത് ഖുർആൻ പാരായണം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഖുർആൻ പാരായണം ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ മുസ്ഹഫ് പാരായണം ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. പക്ഷേ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരടിമ ചെയ്യുന്നതിൽ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നത് സുന്നത്ത് നിസ്കാരമാണ്, മറ്റൊന്ന് പ്രാർത്ഥന ദുആ ചെയ്യുക എന്നുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള പ്രാർത്ഥന തള്ളപ്പെടുകയില്ല. ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള പ്രാർത്ഥന തള്ളപ്പെടുകയില്ല. പല ആളുകൾക്ക് അറിയാനിട്ടാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ദുആ ചെയ്യലാണ് ഏറ്റവും നല്ലത് എന്ന് പലർക്കും അറിയില്ല. ഖുർആൻ ഓതൽ നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? ആ സമയത്ത് മുസ്ഹഫ് എടുത്ത് ഖുർആൻ പാരായണം ചെയ്യാം. പല ആളുകൾ നിസ്കാരം കഴിഞ്ഞിട്ട് കൈ വെച്ച് ദുആ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? വല്ലപ്പോഴും ചെയ്യുന്ന തെറ്റൊന്നുമില്ല, പക്ഷെ ചിലർക്കത് ശീലാണ്. എല്ലാ നിസ്കാരശേഷവും അവർ ദുആ ചെയ്യും. നമ്മൾ ശ്രദ്ധിക്കണം, ഒരു നിസ്കാരത്തിൽ ദുആ ചെയ്താൽ സ്വീകരിക്കപ്പെടുന്ന അത്രയും എന്ത് ചെയ്യില്ല, നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്താൽ സ്വീകരിക്കപ്പെടുകയില്ല. നിസ്കാരത്തിൽ ദുആ ചെയ്താൽ സ്വീകരിക്കപ്പെടുന്ന പഠിപ്പിച്ച അത്രയും ഹദീസുകൾ നിസ്കാരത്തിന് ശേഷം വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഒരു അടിമ അവന്റെ റബ്ബുമായി ഏറ്റവും അടുത്താവുക അവൻ സുജൂദ് ചെയ്യുന്ന സന്ദർഭത്തിലാണ്. ഫഖമിനുൻ അയ്യുസ്തജാബ ലഹു, ആ സന്ദർഭത്തിൽ അവൻ പ്രാർത്ഥിച്ചാൽ അവന്റെ പ്രാർത്ഥന ഉത്തരം നൽകപ്പെടാൻ അങ്ങേയറ്റം യോഗ്യമായ പ്രാർത്ഥനയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാം. അതേപോലെ തന്നെ സലാം വീട്ടിന് തൊട്ടു മുമ്പുള്ള സന്ദർഭം, നമ്മളെ തശഹൂദും സ്വലാത്തൊക്കെ ചൊല്ലിയതിനു ശേഷം നമ്മൾ സലാം വീട്ടുന്നതിന് മുമ്പ് തശഹൂദിൽ ഇരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടും. അതുകൊണ്ടാണ് ഈ സന്ദർഭത്തിൽ ചൊല്ലാനായി ഒരുപാട് 6, 7, 8ഓളം ഹദീസുകൾ, പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ട് ഈ സന്ദർഭത്തിൽ ചൊല്ലാൻ. എന്തുകൊണ്ട് ഇത്രയധികം പ്രാർത്ഥനകൾ? ഈ പ്രാർത്ഥനകൾ നമ്മുടെ സ്വീകരിക്കപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണ് ഈ സന്ദർഭം, സലാം വീട്ടുന്നതിന് മുമ്പുള്ള സന്ദർഭം. അതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൽ വരുന്ന പല വിഷയങ്ങളും. ഇപ്പൊ ജുമാഅയ്ക്ക് വന്നിരിക്കുന്ന സന്ദർഭത്തിൽ ഈ ജുമാഅയുടെ മുഴുവൻ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്ന കാര്യമാണെന്ത്? തൊട്ടടുത്തുള്ള ഒരാൾ സംസാരിക്കാന്നുള്ളത്. ഒരാൾ അപ്പുറത്ത് വേറെ 2 പേര് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ കുട്ടികൾ അവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ കുട്ടികൾ വാപ്പ പറയണം മിണ്ടാതിരിക്കടാ എന്ന് ജുമാഅക്കടിയിൽ പറഞ്ഞാൽ വാപ്പാന്റെ ഹുതുബ പോയി, ആ ഹുതുബയുടെ പ്രതിഫലം നഷ്ടമായി. ആ വാപ്പ നല്ല ഉദ്ദേശത്തിലാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, ഈ ദീനിൽ നല്ല ഉദ്ദേശം കൊണ്ട് മാത്രം നമുക്കൊന്നും നേടാൻ കഴിയില്ല. നമ്മുടെ നല്ല താല്പര്യങ്ങൾ കൊണ്ട് മാത്രം, നല്ല നീയത്തുകൾ കൊണ്ട് മാത്രം നമുക്ക് ഈ ദീനിൽ ഒരു കാര്യം കരസ്ഥമാക്കാൻ സാധിക്കില്ല. ഇത് ഇൽമിന്റെ ദീന, അറിവിന്റെ ദീന. നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ പഠിക്കാൻ പരിശ്രമിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ആ പഠിച്ചതിനനുസരിച്ച് മാറ്റം വരുത്താൻ ശ്രമിക്കുന്നില്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ നല്ല നീയത്തുകൾ കൊണ്ട് ഒന്നും ഈ ദീനിൽ ചെയ്യാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും ഏറ്റവും കുറ്റമറ്റ രൂപത്തിൽ ദീനിനെ സംബന്ധിച്ച് മനസ്സിലാക്കുവാനും മനസ്സിലാക്കിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തിൽ പരമാവധി മാറ്റങ്ങൾ വരുത്തുവാനും നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇൽ മുഅ്മിനീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി കരസ്ഥമാക്കുവാൻ, അവന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാൻ നാം ഓരോരുത്തരും ഈ ദീനിനെ സംബന്ധിച്ച് പല കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് എന്നതിനെ സംബന്ധിച്ചാണ് സംസാരിച്ചു വരുന്നത്. ഇങ്ങനെ നമ്മൾ ഈ അജ്ഞതയിൽ തന്നെ, അറിവില്ലായ്മയിൽ തന്നെ തുടരുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ഓരോ ജീവിതത്തിലും ഓരോ ദിവസത്തിലും നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന പ്രതിഫലങ്ങൾ അത് വളരെ വലുതാണ്. ഉദാഹരണത്തിന് ജുമാക്ക് പങ്കെടുക്കുന്ന സമയത്ത് ജുമാ കേൾക്കുന്ന വ്യക്തികൾ ഇമാമിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുക എന്നുള്ളത്
അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക എന്നുള്ളത് സുന്നത്താക്കപ്പെട്ട കാര്യം, പ്രതിഫലം കിട്ടുന്ന കാര്യം, ഓരോ സെക്കൻഡിലും പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. മറ്റെങ്ങോട്ട് നോക്കാതിരിക്കുക എന്നുള്ളത്, ആരെങ്കിലും വന്നാലോ പോയാലോ അവിടെ നിന്ന് എന്തെങ്കിലും ചെയ്താലോ എന്തെങ്കിലും അനങ്ങിയാലോ ഇളകിയാലോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുക എന്നുള്ളത് ജുമഅയിൽ അതിന്റെ മര്യാദയ്ക്ക് എതിരാകുന്ന കാര്യമാണ്. എന്നാൽ ഒരാൾ ജുമഅ കേൾക്കുന്ന സമയം അത്രയും ശ്രദ്ധിച്ച് മറ്റ് ചിന്തകളൊന്നും മനസ്സിൽ വരാതെ മുഖം ഖത്തീബിന് നേരെ തിരിച്ചു വയ്ക്കുകയാണെങ്കിൽ അവൻ ആ സന്ദർഭത്തിൽ ഓരോ സെക്കൻഡിൽ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കുക. അല്ലെ, പല ആളുകളും ഖുതുബ കേൾക്കാൻ വന്നിരുന്നാൽ ഖിബിലയ്ക്ക് നേരെ തിരിഞ്ഞിട്ടായിരിക്കാം. ഖിബിലയ്ക്ക് നേരെ തിരിഞ്ഞിരിക്കൽ നിസ്കാരത്തിലാണ്. നിസ്കരിക്കുമാണ് ഖിബിലയ്ക്ക് നേരെ തിരിഞ്ഞിരിക്കേണ്ടത്. ഖുതുബ കേൾക്കുന്ന സമയത്ത് ഇമാമിലേക്കാണ് തിരിഞ്ഞത്, ഖുതുബ പറയുന്ന ഖത്തീബിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്, മുഖം തിരിച്ചു വെക്കേണ്ടത്. ഇതൊക്കെ പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളാണ്. അല്ലെ, പല ആളുകളും ഖുതുബയ്ക്കിടയിൽ രണ്ട് കാൽമുട്ടുകൾ ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കാറുണ്ട്. അതൊക്കെ ജുമാക്ക് വിലക്കപ്പെട്ട ഇരുത്തങ്ങളാണ്. അതുപോലെ തന്നെ ഉറക്കം വരുന്ന രൂപത്തിൽ ഇരിക്കുക. പല ആളുകളും ചാരി ഇരുന്ന് ഉറങ്ങിയിട്ട് അങ്ങനെ തന്നെ എന്ത് ചെയ്യാറുണ്ട്, എഴുന്നേറ്റ് ജുമാ നിസ്കരിക്കും. നമ്മൾ ശ്രദ്ധിക്കണം, ഒരാൾ ചാരി ഇരുന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അവന്റെ ഉദു നഷ്ടപ്പെടും. ചാരാതെ ചമ്രം പടിഞ്ഞിട്ടോ അല്ലെങ്കിൽ എവിടെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതൊക്കെ നമ്മളൊന്ന് ഇരുന്നൊന്ന് കണ്ണ് നടഞ്ഞു പോയാൽ ഉദു നഷ്ടപ്പെടുന്നല്ല പറയുന്നത്. മറിച്ച് നമ്മൾ ഒരു സ്ഥലത്ത് ചാരിയിരിക്കുക, കസേരയിലോ ചുമരിലോ ചാരിയിരിക്കുക. എന്നിട്ട് നമ്മൾ ഉറങ്ങിപ്പോയാൽ നമ്മൾ വിചാരിക്കുന്നുണ്ടാവുക നമ്മുടെ കണ്ണ് അടഞ്ഞിട്ടേ ഉള്ളൂ എന്നാ വിചാരിക്കുന്നുണ്ടാവുക. പക്ഷെ നമ്മൾ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും, നമ്മുടെ ഉദു നഷ്ടപ്പെട്ടിട്ടുണ്ട്, നമ്മൾ അറിയുകയില്ല. അങ്ങനെ പല ആളുകളും ഉറങ്ങുകയും അങ്ങനെ തന്നെ എഴുന്നേറ്റ് എന്ത് ചെയ്യും, ജുമാ നിസ്കരിക്കുകയും ചെയ്യും. അവൻ ആ ജുമാ കിട്ടുകയില്ല, ഉദു ഇല്ലാതെ അങ്ങനെ നിസ്കാരം ശരിയാവും. ഇങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കാത്തത് കൊണ്ട് അറിയാത്തതുകൊണ്ട് സംഭവിക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കണം, നമ്മൾ അറിവില്ലാത്തവരായി ഒന്നും അറിയാത്തവരായി ജനിച്ചു. പക്ഷെ നമ്മൾ ഒന്നും അറിയാത്തവരായി തന്നെ മരണപ്പെട്ടു പോകാൻ പാടില്ല. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായിരിക്കണം. നമുക്ക് ഉറച്ച വാശി വേണം. എന്റെ നിസ്കാരം, ഈ നിസ്കാരം ശരിയായ രൂപത്തിലായിരിക്കണം. അല്ലാതെ ഞാൻ ഇത്രയും കാലം നിസ്കരിച്ചിട്ട് എന്റെ റബ്ബിന്റെ അടുക്കലേക്ക് പോകുമ്പോ നിന്റെ ഇത്രയും കാലത്തെ നിസ്കാരം മുഴുവൻ ബാത്തിലാണെന്ന് പറയുന്ന അവസ്ഥ എനിക്കുണ്ടാകാൻ പാടില്ല. നമുക്ക് വാശി വേണം. അല്ലെ, ഒരിക്കൽ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരാൾ നിസ്കരിക്കുന്നതായിട്ട് കാണാം. നിസ്കാരം കഴിഞ്ഞിട്ട് അയാൾ വിളിക്കുകയാണ്. അയാളോട് ചോദിക്കണം, എത്ര കാലം നിങ്ങൾ നിസ്കരിക്കുന്നത്? അയാൾ പറഞ്ഞു, 40 വർഷമായി. 40 വർഷമായി ഞാൻ ഇങ്ങനെ നിസ്കരിക്കുന്നത്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്കുണ്ട്, നീ ഈ രൂപത്തിലാണ് നിന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ നീ റബ്ബിനെ കണ്ടുമുട്ടുക നിസ്കരിക്കാത്തവനായിട്ടായിരിക്കും. നീ റബ്ബിനെ കണ്ടുമുട്ടുക നിസ്കരിക്കാത്തവനായിട്ടായിരിക്കും. വളരെ ശ്രദ്ധിക്കേണ്ട, നമ്മൾക്ക് നമ്മുടെ ദീൻ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. വെറുതെ അങ്ങ് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. ഏറ്റവും കൂടുതൽ ആളുകൾ നരകത്തിലേക്ക് പോകുന്നത് വെറുതെ ഒന്നല്ല, പഠിക്കാൻ പ്രയാസമുണ്ട്, പ്രവർത്തിക്കാൻ പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് പല ആളുകളും മെനക്കെടാത്ത ദുനിയാവിന്റെ പുറകെ പോകുന്നതും അതിന്റെ താല്പര്യങ്ങൾക്ക് പുറകെ പോകുന്നതും ഈ മെനക്കെടാൻ തയ്യാറില്ലാത്തതുകൊണ്ടാണ്. നമ്മൾക്ക് സ്വർഗം വേണം താനും, എന്നാൽ നമ്മൾ അതിനിട്ട് പണിയെടുക്കാൻ തയ്യാറുമല്ല. അങ്ങനെ സാധിക്കൂല. സ്വർഗം എന്നുള്ളത് അത് വളരെ വിലപിടിപ്പുള്ള കാര്യമാണ്. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, അറിഞ്ഞുകൊള്ളുക, അള്ളാഹുവിന്റെ ചരക്ക് അത് ഏറ്റവും വിലപിടിപ്പുള്ളതാണ്. അലാ ഇന്ന സിൽഅത്തല്ലാഹിൽ ജന്ന, അറിഞ്ഞുകൊള്ളുക, അള്ളാഹുവിന്റെ കച്ചവട ചരക്ക് അത് സ്വർഗമാണ്, ഏറ്റവും വിലപിടിപ്പുള്ളതാണ്. നമ്മുടെ ഈ തുച്ഛമായ ചെറിയ ചെറിയ ഇബാദത്തുകൾ, നമ്മൾ ഈ തട്ടിമുട്ടിയിട്ടുള്ള നമ്മുടെ ഈ ജീവിതം അത് അതിന് മതിയാവുകയില്ല. നമ്മൾ പരമാവധി പരിശ്രമിക്കേണ്ടതുണ്ട്, മാറ്റം വരുത്തേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്, ചോദിക്കേണ്ടതുണ്ട്. എപ്പോഴും ഇങ്ങനെ തന്നെ നമ്മൾ ജനിച്ച അതേ കോലത്തിൽ തന്നെ, അതേ വിശ്വാസം, അതേ പ്രവർത്തനങ്ങൾ, ഒരു കാര്യം അറിയില്ല, ഒരു കാര്യവും മാറ്റം വന്നിട്ടില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മൾ അപകടത്തിലേക്കാണ് നമ്മുടെ പോക്ക്. മറിച്ച് നമ്മൾ പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തൊലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമി, ഓരോ മുസ്ലിമിന്റെ മേലും, മുസ്ലിമായ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഓരോരുത്തരുടെ മേലും അറിവന്വേഷിക്കൽ, ദീൻ പഠിക്കൽ നിർബന്ധമാണ്. പള്ളിയിൽ ഉസ്താദ് മാത്രമല്ല, ഓരോരുത്തരും പഠിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന വിശ്വാസ ഇബാദത്തുകൾ അത് ശരിയാക്കാൻ എത്ര അളവ് പഠിക്കണമോ അത്രയും നിങ്ങൾ പഠിക്കൽ നിങ്ങൾക്ക് നിർബന്ധം, ഓരോരുത്തർക്കും നിർബന്ധം.
ആ ഒരളവ് നമ്മൾ പഠിക്കുമ്പോഴേ നമ്മൾ നമ്മുടെ തടി നരകത്തിന് സലാമത്താക്കിയിട്ടുള്ളൂ. ആ ഒരളവ് പഠിക്കാൻ നമ്മുടെ കുടുംബത്തിന് സൗകര്യം ചെയ്തു കൊടുക്കുമ്പോഴേ നമ്മൾ നമ്മുടെ കുടുംബത്തിന് നരകത്തെ രക്ഷപ്പെടുത്തിയിട്ടുള്ളൂ. അതുവരേക്കും നമ്മുടെ കാര്യം അപകടത്തിലാണ്. അപ്പൊ ഈ ഒരു അപകടം പിടിച്ചൊരവസ്ഥയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകരുത്. നമ്മൾക്കതിന് സാധിക്കരുത്. കാരണം നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്ന നരകമാണ്. ആ നരകത്തിലേക്ക് നമ്മൾ ഒരിക്കലും പോകാൻ ആഗ്രഹിക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ അതിനു വേണ്ട മുൻകരുതലുകൾ എടുക്കണം. വെറുതെ പേടിച്ചതുകൊണ്ട് മാത്രമായില്ല, വെറുതെ പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രമായില്ല. പ്രവർത്തിക്കണം, മാറ്റങ്ങൾ വരുത്തണം. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അള്ളാഹു ഒരു സമൂഹത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് നിശ്ചയിച്ചത് അള്ളാഹ് മാറ്റം വരുത്തൂല. ഏതുവരേക്കും? ആ സമൂഹം അവരിലുള്ളത് മാറ്റം വരുത്തുന്നവരേക്കും. നമ്മളിലുള്ള അറിവില്ലായ്മ നമ്മൾ മാറ്റം വരുത്താത്തിടത്തോളം നമ്മൾ നരകക്കാരിൽ പ്രവേശിക്കാൻ അർഹരാണ്. റബ്ബത് മാറ്റൂല. നമ്മുടെ പേടി കൊണ്ടോ ആഗ്രഹം കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ മാറ്റൂല. നമ്മൾ പഠിച്ച ആ രൂപത്തിലേക്ക് മാറുന്നത് വരേക്കും നമ്മൾ ശ്രദ്ധിക്കണം. പഠിക്കാൻ തയ്യാറാകണം. പഠിച്ച് പ്രവർത്തിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്ത് ചെയ്യട്ടെ, ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായും കടന്നു വരുന്ന വിശ്വാസങ്ങളെ സംബന്ധിച്ചും ഇബാദത്തുകളെ സംബന്ധിച്ചൊക്കെ കൃത്യമായ അറിവ് കരസ്ഥമാക്കാനുള്ള തടസ്സങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിലെ ജോലികളായിക്കോട്ടെ, കുടുംബത്തിലെ മറ്റ് പ്രശ്നങ്ങളായിക്കോട്ടെ, മറ്റുള്ള എന്തെങ്കിലും തടസ്സങ്ങളായിക്കോട്ടെ, ഇതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നീക്കിത്തരികയും അങ്ങനെ അവൻ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ അവനെ കണ്ടുമുട്ടാൻ നമ്മ ഓരോരുത്തരെയും അവൻ സഹായിക്കുകയും ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.